ലോകത്ത് ഏറ്റവും സുന്ദരമായിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ അത് ബോധമാണ്, കോൺഷ്യസ്നെസ്സാണ്. കാരണം കോൺഷ്യസ്നെസ്സിൽ നിന്നാണ് വലുതും ചെറുതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഉത്ഭവിക്കുന്നത്. ബോധത്തിൽ നിന്നാണ്. ഈവൻ വളരെ ഡീറ്റെയിൽഡായിട്ടും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ പോലും ആ ഒരു കോൺഷ്യസ്നെസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ പിറവി ഉണ്ടാകുന്നത്, ഉത്ഭവം ഉണ്ടാകുന്നത് കോൺഷ്യസ്നെസ്സിൽ. അതുകൊണ്ടാണ് ബോധതലം എന്നുള്ളത് നമ്മുടെ ഓരോ പ്രവർത്തനത്തെയും വളരെയധികം സ്വാധീനിക്കുകയും അതിനൊരു അടുക്കും ചിട്ട നൽകുകയും അതിനൊരു ഫോക്കസ് നൽകുകയും ഒരു ഡിറ്റർമിനേഷൻ നൽകുകയും ഒക്കെ ചെയ്യുന്നത് ബോധം. അതുകൊണ്ടാണ് ബോധത്തിൽ ഡിവോട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യം തന്നെ ഉണ്ടാകുന്നത്, എന്നുള്ളൊരു ചിന്ത തന്നെ നമുക്കുണ്ടാകുന്നത് ഈ ബോധത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എങ്ങനെ ഒരു ബോധതലത്തിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷനെ കുറിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു എക്സാമ്പിളിലൂടെ സംസാരിക്കാവുന്നതാണ്. എന്നാൽ ഈ ഒരു ബോധത്തിലേക്ക് ഉയരുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഒരു പ്രാഥമികമായിട്ടും ജീവിതത്തിൻ്റെ ഒരു പരിണാമവും എന്ന് പറയുന്നത് ബോധത്തിലേക്ക് ഉയരുക എന്നുള്ളത്. എന്നാൽ ഒരു വശത്ത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും ഈ ബോധത്തിലേക്ക് ഉയരുന്നതിനെക്കുറിച്ചാണ്. കാരണം അങ്ങനെ ഉയരുമ്പോൾ നമ്മളിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തണം. അങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ വളരെ ഒരു ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ട് എങ്ങനെ ഒരർത്ഥത്തിൽ നമ്മൾ മാറാൻ ശ്രമിക്കുകയും എന്നാൽ ഒരർത്ഥത്തിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളൊരു ശ്രമവും മനുഷ്യനിൽ സ്വതവേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അതാണ് കാർൽ യുങ്ങിൻ്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്, മാൻ വിൽ ഡു എനിത്തിങ് അബ്സേർഡ് in order to avoid seeing his soul. അവൻ്റെ ആത്മാവിനെ കാണുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എന്ത് അബ്സേർഡായിട്ടുള്ള കാര്യം ചെയ്യാൻ തയ്യാറാകുന്നു. ഇതൊരു മനുഷ്യൻ്റെ ഒരു പരിണാമത്തിൻ്റെ തന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാചകമാണ് ഈ പറഞ്ഞത്. കാരണം ഇങ്ങനെയുള്ള മലക്കമറിച്ചിലൂടെ ഇങ്ങനെയുള്ള കയറ്റങ്ങളിലൂടെയാണ് മനുഷ്യൻ പരിണമിക്കുന്നതും ബോധത്തിലേക്ക് ഉയരുന്നതും. അങ്ങനെയാണ് നമ്മുടെ ഒരു സിവിലൈസേഷൻ, നമ്മുടെ സിവിലൈസ്ഡ് സൊസൈറ്റി തന്നെ ഉണ്ടാകുന്നത് അങ്ങനൊരു പരിണാമത്തിലൂടെയാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എങ്ങനെ ബോധതലത്തിൽ നിന്നല്ലാത്തതുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കൺഫ്യൂഷൻസിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്നൊരു ക്ലിനിക്ക്, അവർ ബേസിക്കലി ഒരു കോസ്മെറ്റിക് ക്ലിനിക്കാണ്. എന്നാൽ അവർ പിന്നീട് അത്ര ബിസിനസ് ഫെയർ ചെയ്യാതിരുന്നപ്പോൾ അതിനെ സബ്ലെറ്റ് ചെയ്ത് മറ്റ് ക്ലിനിക്കുകൾക്ക് കൊടുക്കാൻ തുടങ്ങി. എന്നാൽ അവർക്ക് ആ ഒരു ക്ലിനിക്കുകൾ സ്റ്റാൻഡ് ലോൺ ആകാതെ ഇരിക്കാൻ തക്കവണ്ണം, സ്റ്റാൻഡ് ലോൺ ഇവരുടെ ഒരു കൺട്രോളിൽ നിന്ന് പോകുമെന്നുള്ള ഭയത്താൽ ഇവർ ഓരോ ക്ലിനിക്കുകളുടെയും ഫണ്ട് കളക്ട് ചെയ്യാനും ഫീസ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നു. ബേസിക്കലി അപ്പോൾ റെൻ്റ് ഔട്ട് ചെയ്യുന്നതിൽ നിന്നുള്ള ഒരു റെൻ്റ് എഗ്രിമെൻറ്റിൽ നിന്നുള്ള ഒരു വയലേഷനാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ വളരെ കൃത്രിമമായിട്ട് അങ്ങനെ ആ ഒരു കാര്യം ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേസിലൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അവർക്ക് ഓരോ ക്ലിനിക്കിൻ്റെയും ഉത്തരവാദിത്വം എടുക്കാനും തയ്യാറല്ലായിരുന്നു. ഇപ്പോൾ ഓരോരുത്തർക്കും അവർ ഫീസ് കളക്ട് ചെയ്യുന്നതിനുള്ള അതിൽ അവർക്ക് ക്ലയൻസിനെ കൊണ്ടുവരാനുമുള്ള ഉത്തരവാദിത്വം എടുക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ വ്യക്തമായിട്ടുള്ള ധാരണയിൽ നിന്ന് ചെയ്യാത്തതുകൊണ്ടാണ്, വ്യക്തമായിട്ടുള്ള ബോധത്തിൽ നിന്ന് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അബ്സേർഡിറ്റീസ് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നതും. അതുപോലെ നമ്മുടെ ഒരു ട്രെൻഡിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ശ്രമം, ആ ഫ്ലോയ്ക്കനുസരിച്ച് ചെയ്യാൻ ഉള്ളൊരു ശ്രമം നടത്തുന്നതും ഒക്കെ പൂർണ്ണമായിട്ടൊരു ബോധത്തിൽ നിന്നല്ല ചെയ്യുന്നതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു തരത്തിൽ ഇത് ഒരു കോൺട്രാക്റ്റ് വയലേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഒരു തരത്തിൽ ഇവരുടെ ബ്രാൻഡിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുകയാണ്. മറ്റ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന വഴി ഇവരുടെ ഒരു ബ്രാൻഡ് റുമിനേറ്റ് ഡിമിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇങ്ങനെ ഒക്കെയുള്ള ഇവനൊരു ബിസിനസ് സാഹചര്യത്തിൽ പോലും എങ്ങനെ ആൾക്കാർ ഇത് ഫെയിൽ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്. കാരണം അവർക്കതിനെ അതൊരു ബോധതലത്തിൽ നിന്നുള്ള അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നത്. ഇതൊക്കെ സ്പെസിഫിക്കായിട്ട് നമ്മുടെ ജീവിതത്തിലെ ഒരു മെയിനായിട്ടുള്ളൊരു ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു മനുഷ്യൻ്റെ ഒരു ആ ഒരു ലാഞ്ചനയിൽ നിന്ന്, ആ ഒരു വാണ്ടിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ ഒരു കോൺഷ്യസ്നെസ്സിനെ അവോയ്ഡ് ചെയ്യുന്നത്. പക്ഷേ ബേസിക്കായിട്ട് അതിൽ നമ്മൾ വളർന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അതിനെ വളരെ ക്ലാരിറ്റിയോടുകൂടി ഫോക്കസ്ഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പരിണാമമാണ് മനുഷ്യൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ബോധത്തിലേക്കുള്ള ഒരു പരിണാമമാണ്. അവനെ ജീവിതത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ പോലും ബോധത്തിലേക്ക് അവനെ ഉയർത്താൻ തക്കവണ്ണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ കാണുവാണെങ്കിൽ ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങൾ സംഭവിക്കുന്നത് ഈ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയർത്താനാണ്. പലപ്പോഴും ഈ നാർസിസത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് അപജയം, ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് അവരെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് അവർക്ക് തന്നെ ഉണ്ടാകുന്നൊരു അപജയം എന്ന് പറയുന്നത് അവരുടെ ഒരു ബോധതലം എന്ന് പറയുന്നത് ജസ്റ്റ് അവരുടെ ഈഗോയിസ്റ്റിക് സെൽഫിലേക്ക് ഒതുങ്ങിക്കൂടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു അന്ധൻ്റെ ഒരു അവസ്ഥയാണ്. അവർക്ക് പുറത്തെ ഒരു ലോകത്തെക്കുറിച്ച് കാണാനുള്ള ഒരു കഴിവില്ലായ്മ അവിടെ സംജാതമാകുന്നു. ഇങ്ങനെയുള്ള ഒരു ഇതുകൊണ്ട് അവരവരെ തന്നെ ലിമിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്, അല്ലെ ഓരോ മനുഷ്യരുടെ എന്ന് വെച്ചാൽ ഓരോ ബോധത്തിൻ്റെ ഒരു തട്ടുകളായിട്ടാണ് അടുക്കപ്പെട്ടിരിക്കുന്നത്. സമൂഹം തന്നെ അങ്ങനെ ബോധത്തിൻ്റെ പല തട്ടുകളായിട്ടാണ്. ഓരോ തട്ടുകളും ഓരോ ഹൈറാർക്കി പോലെ തമ്മിൽ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ അതിൻ്റെ ഒരു പ്രേരണ ഘടകം അല്ലെങ്കിൽ ഒരു മെയിനായിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് ബോധത്തിലേക്ക് ഉയരുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു ഇന്നർ വാണ്ട് ഓരോ മനുഷ്യനിലും ഉണ്ട്. അങ്ങനെ ഒരു പൂർണ്ണ ബോധം അല്ലെങ്കിൽ ടോട്ടൽ കോൺഷ്യസ്നെസ് എന്നുള്ളത് വേണമെങ്കിൽ ദൈവമാണ് അതിനെ ഹെഡ് ചെയ്യുന്ന, അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടാണ് ബാക്കി ഓരോ യൂണിറ്റുകളും വർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ബോധത്തിലേക്ക് ഉയരാനുള്ള ഒരു ചവിട്ടുപടിയാണ് ജീവിതവും. അങ്ങനെ ബോധത്തിലേക്ക് ഉയരുന്ന വഴി ജീവിതം വളരെ സുന്ദരമാക്കുകയും ചെയ്യാം എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശവും. അതാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു വെരി മച്ച്.